കോൺഗ്രസിലേക്ക് ലയിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിലാണ് നമ്മളിരിക്കുന്നത്. കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് ചെയർമാൻ MP പോൾ ജ്യേഷ്ഠൻ, മൈസെൽഫ് ഫ്രം കേരള കോൺഗ്രസ് ഡിസ്ട്രിക്ട് പ്രസിഡന്റ് CV കുര്യാക്കോസ്, അഡ്വക്കേറ്റ് അജി ഫ്രാൻസിസ്, കേരള യൂത്ത് ഫ്രണ്ടിൻ്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ജോബി ആലപ്പാട്ട് എന്നിവരാണ് ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഞങ്ങൾ ഒരു 200-ൽ താഴെ പ്രവർത്തകരെ അടുത്ത ഞായറാഴ്ച 19-ാം തീയതി ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ജവഹർ ബാലഭവനിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ വെച്ചിട്ട് കേരള കോൺഗ്രസിലെ മെമ്പർഷിപ്പ് വാങ്ങിച്ച് ആദരണീയനായ കേരളത്തിൻ്റെ ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫിൻ്റെ കയ്യിൽ നിന്ന് മെമ്പർഷിപ്പ് വാങ്ങിച്ച് പാർട്ടിയിൽ ചേരുകയാണ്. യുവജനതയുടെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ആകാശ് പി ആൻഡോ, RJDയുടെ നിയോജകമണ്ഡലം പ്രസിഡന്റ് ഡാനി ഡേവിസ്, ജില്ലാ കമ്മിറ്റിയുടെ മെമ്പറായ ലിൻഡോ സെബി ഉൾപ്പെടെ വേറെയും കുറച്ച് പേരുണ്ട്. അതൊക്കെ നാളെ മറ്റന്നാളായിട്ട് പേര് വെളിപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. നേതൃത്വത്തിലെ ആണ് ഈ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് കേരള കോൺഗ്രസിൽ ചേരുന്നത്. അപ്പം അതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ബഹുമാനപ്പെട്ട പത്രപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നാണ് പ്രത്യേകമായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത്. ഇവരെ കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഒരു കുറച്ച് നാളുകളായിട്ട് ഞങ്ങളിങ്ങനെ വരണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. നമ്മൾ നേരത്തെ ഒരു സ്പെഷ്യൽ കൺവെൻഷൻ നമ്മൾ കൂടാൻ തീരുമാനിച്ചിരുന്നു. പക്ഷെ അത് ചില ഇതുകൊണ്ട് മാറ്റിവെക്കുകയുണ്ടായത്. അപ്പം നാളെ ഇതിനു വേണ്ടി ഇവർക്ക് ഞായറാഴ്ച മെമ്പർഷിപ്പ് കൊടുക്കാനായിട്ട് പാർട്ടിയുടെ നമ്മുടെ അബു ജോൺ ജോസഫ് ചീഫ് വിപ്പ് അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുക്കും. ഇപ്പം ഈ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പല രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് കടന്നു വരികയാണ് ഈ ദിവസങ്ങളിൽ. ഒരു പല പാർട്ടിയിൽ നിന്നുണ്ട്. കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് വളരെയധികം ആൾക്കാർ വരാൻ പോകുന്നത്. എമ്മിൽ നിന്ന് ഇപ്പം RJDയിൽ നിന്ന് വരുന്നവരാണ് ഈ പത്രസമ്മേളനം നടത്തുന്നത്. അപ്പം ഞങ്ങളവരെ സ്വാഗതം ചെയ്യുന്നു. ഈ വരും ദിവസങ്ങളിൽ മറ്റ് പാർട്ടിയിൽ നിന്നും വളരെയധികം ആൾക്കാർ ഈ പാർട്ടിയിലേക്ക് വരും. കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് വരും, മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് വരും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ 30 വർഷക്കാലമായി ജില്ലാ നേതൃനിരയിൽ പ്രവർത്തിച്ച് വന്നിരുന്ന ആളാണ് അഡ്വക്കേറ്റ് അജി ഫ്രാൻസിസ്. ഇടതുപക്ഷ മുന്നണിയുടെ തന്നെ സംഘടനാ രംഗത്ത് നിറസാന്നിധ്യമായി പ്രവർത്തിച്ചു വരുന്ന അജി ഫ്രാൻസിസ് വക്കീലിൻ്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് ചേരുന്നത് UDFന് ഏറെ കരുത്ത് പകരും എന്ന് ഞങ്ങൾ കരുതുകയാണ്. പ്രത്യേകിച്ച് മണലൂർ അസംബ്ലി സെഗ്മെൻറ്റിൽ നിർണായകമായ സ്വാധീനമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് RJD. ആ നിലക്ക് അവരെ സംബന്ധിച്ചിടത്തോളം പ്രസ്ഥാനത്തിലേക്കുള്ള കടന്നുവരവ് മുന്നണിയെയും ഐക്യ ജനാധിപത്യ മുന്നണിക്കും വലിയ ശക്തി ഉണ്ടാകും എന്ന് ഞങ്ങൾ കരുതുകയാണ്. അജി ഫ്രാൻസിസ് ഈ ജനതാദൾ പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് ഞാൻ നേരത്തെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞ പോലെ 2000 തുടങ്ങി 2026 വർഷമായിട്ട് ആക്റ്റീവ് പൊളിറ്റിക്സിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. 2000 തുടങ്ങി ഞാൻ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി 5 തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഈ പ്രാവശ്യം മാത്രമാണ് ഞാൻ മത്സരിക്കാത്തത്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കൊക്കെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലായെങ്കിൽ ഇന്ത്യ രാജ്യത്താണെങ്കിൽ പണ്ടൊക്കെ VP സിംഗും MP വീരേന്ദ്രകുമാർ സാറൊക്കെ ഉള്ള സമയത്ത് വളരെയധികം പ്രാധാന്യത്തോടെയും എല്ലാം നോക്കിക്കാണുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു. പക്ഷെ ഇന്ന് അതിൻ്റെയൊക്കെ പ്രസക്തി നഷ്ടപ്പെട്ടു, ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ കൂടുതൽ ഉള്ള ബീഹാറിൽ വരെ വളരെ ശോഷിച്ച് 20 MLA-മാരൊക്കെയായി അധപതിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളൊക്കെ പൂർവികമായിട്ട് സംഘടനാ കോൺഗ്രസ്സുകാരാ. പോളിയേട്ടനൊക്കെ അറിയാം, ബഹുമാനപ്പെട്ട പോളിയേട്ടനൊക്കെ അറിയാം. ഞങ്ങളൊക്കെ സംഘടനാ കോൺഗ്രസ്സുകാരാണ്, സോഷ്യലിസ്റ്റുകാരല്ല. പക്ഷെ ജനതാദൾ സംഘടനാ കോൺഗ്രസ് ഉണ്ടായപ്പോൾ
ഞങ്ങളൊക്കെ ജനതാദളിൽ, ഞങ്ങളുടെ പൂർവികന്മാരൊക്കെ ജനതാദളിൽ നിന്നു, അങ്ങനെ നിന്ന് പിന്തുടർന്ന് പോരുകയായിരുന്നു. ഇപ്പം ഞങ്ങളൊക്കെ ആശയപരമായിട്ട് യോജിക്കാൻ കഴിയുന്ന പാർട്ടിയായ കേരള കോൺഗ്രസുമായിട്ട് ഞങ്ങൾ അങ്ങനെ യോജിക്കാനുള്ളൊരു നിലപാട് എത്തി നിൽക്കുന്നു.